ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് പിടിക്കാൻ അവളോട് താല്പര്യം കാണിച്ചതാണ്. പല വഴിക്ക് ശ്രമിച്ചാലല്ലേ കാര്യങ്ങൾ നടക്കൂ. അതും അവൾക്കും എന്നോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെപ്പോഴോ മനസ്സിൽ അവള് കയറി കൊളുത്തി. നീ പറയാൻ വന്നത് ക്ലിയറായി പറ. ഗൗരി ശങ്കർനാഥ് ജീവന്റെ മകനല്ല. ജീവൻ ഉറപ്പാണ് പാറു അവനിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടില്ലെന്ന്. എന്താ? സത്യം, പച്ചയായ സത്യം. വീരൻ പകപ്പോടെ അവനെ നോക്കി. ആരാധനയ്ക്ക് കുറെ സംശയങ്ങളുണ്ട്. അതും ജീവൻ പറഞ്ഞതും കൂട്ടി വായിച്ചപ്പോൾ എനിക്കും ചില കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നി. ആരാധന പറയുന്നത് പാറുവും അരുണും തമ്മിൽ ശരിക്കും പ്രേമത്തിലായിരുന്നുവെന്നും അവരുടെ ഏതൊക്കെയോ പ്ലാനുകൾ ശ്വേത വെള്ളത്തിലാക്കിയതിന്റെ പകയിൽ അരുൺ അവളോട് സ്നേഹം അഭിനയിക്കുന്നുവെന്നുമാണ്. ഒരേ സമയം രണ്ടു മുറപ്പെണ്ണുങ്ങളെയും അവൻ ഉപയോഗിക്കുന്നുണ്ട്. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നിനക്കും മനസ്സിലാകും. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവരുടെ മുമ്പുള്ള സൗഹൃദത്തെക്കുറിച്ച്. ജീവൻ അരുണിനോട് അടുപ്പം കാണിച്ചത് അനുവിനോടുള്ള താല്പര്യം കൊണ്ടായിരുന്നു. അവന് അനുവിനെ ഇഷ്ടമാണെന്ന് മുന്നേ അരുണിനോട് പറഞ്ഞിട്ടുണ്ട്. അരുൺ അനുവിനെ നീയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ വിലക്കിയിട്ടുമുണ്ടല്ലോ. മിക്കവാറും നീയും ജീവനും തമ്മിൽ അടികൂടാനുള്ള പ്രധാന കാരണം അനുവായിരുന്നല്ലോ. അപ്പോഴൊക്കെയും അരുണും അവനൊപ്പം കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ അജിത്തെ? അതെ, പറഞ്ഞു വന്നപ്പോൾ സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. ജീവനോട് ആദ്യം ഇഷ്ടം പറഞ്ഞു ചെന്നത് പാറുവാണ്. അവൻ ഒഴിവാക്കാൻ പല വഴിക്ക് നോക്കിയതാണ്. ഒടുവിൽ അവളോട് നിന്നെ പ്രേമിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നാൽ നീയും അനുവും ഒന്നിച്ചുള്ള സമയം കുറഞ്ഞു കിട്ടുമല്ലോ. ഭാവിയിൽ പാറുവിനെ നിന്റെ തലയിൽ കെട്ടിവെക്കാനും പറ്റും. അനുവിനോട് ആത്മാർത്ഥമായ സ്നേഹം ജീവനുണ്ടായിരുന്നുവെന്നാണോ അജിത്തെ? അവൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പാറുവിനോട് അവനെന്തിനാ ശരീരം കൊണ്ട് അടുത്തത്? ഞാനും അത് ചോദിച്ചതാ. പാരമ്പര്യമായി കിട്ടിയ ബലഹീനതയെന്ന് മറുപടി പറഞ്ഞു. അതിൽ പാറു മനഃപൂർവ്വം അവനെ പെടുത്തിയതാണോ അതോ അവനായി അവളെ ഉപയോഗിച്ചതാണോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു അത് അവന്റെ കുഞ്ഞല്ലെന്ന്. പാറു ഗർഭിണിയാണെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പോലെ നിങ്ങൾക്കിടയിലും എന്തൊക്കെയോ ഉണ്ടായിരുന്നുവെന്നാണ് അവൻ വിചാരിച്ചത്. പിന്നെ വൈകിയാണെങ്കിലും അരുണും പാറുവും തമ്മിലുള്ള അടുപ്പം ജീവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് സ്വന്തം ഭാഗം ജയിക്കാൻ പലതിനും പലരെയും കുറ്റം പറഞ്ഞിരുന്നവൻ ഇന്ന് ആരെയും കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞതാണ് അതിശയം. ഇത്രയും വർഷത്തെ കിടപ്പിൽ അവൻ ജീവിതം പഠിച്ചെന്ന് തോന്നുന്നു. അത് വിട്. അന്ന് നീയും അനുവും തമ്മിൽ പ്രേമമായിരുന്നല്ലോ. അതൊരു രഹസ്യമായിരുന്നെങ്കിലും ജീവൻ മനസ്സിലാക്കിയിരുന്നു. അതിനെ പൊളിച്ചെടുക്കാൻ ആ ഗർഭത്തെ അവൻ ഉപയോഗിച്ചു. അന്ന് ഉത്സവത്തിന് പാർവതിയോട് അവൻ ആവശ്യപ്പെട്ടത് നിന്നെ ഈ കാര്യത്തിൽ നാണം കെടുത്തിയാൽ അവൻ സ്വീകരിക്കാമെന്നായിരുന്നു. അരുണും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ പിന്നെന്തിനാ അവൾ അതിന് സമ്മതിച്ചത്? അതല്ലേ വീര ഞാൻ മുമ്പേ പറഞ്ഞത്. അരുണിനും പാറുവിനും ഇടയ്ക്ക് ഒരു രഹസ്യ അജണ്ട ഉണ്ടായിരിക്കും. മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് രസിച്ചു നിന്ന ചെന്നായയാവാൻ അരുൺ ശ്രമിച്ചു നോക്കിയതുമാവും. ചിലർക്ക് ഭാര്യയെയും കാമുകയെയും ആർക്ക് പങ്കുവെക്കുന്നതിലും എതിർപ്പുണ്ടാവില്ല. പണവും ഉയർന്ന ജീവിത സാഹചര്യങ്ങളും മതിയാകും. അവരെ സംബന്ധിച്ച് ജീവൻ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയല്ലേ. ജീവനത്തിലെ സ്വത്തിൽ എനിക്ക് യാതൊരു അവകാശവുമില്ല. അമ്മയ്ക്ക് നൽകിയ അവിടുത്തെ വീതം പോലും ജീവന് തന്നെയാണ് ചെല്ലുക. അത്രയും സ്വത്തുക്കൾ അവന് മാത്രമാകുമ്പോൾ അവൻ ഒരാളെ കൈപ്പിടിയിൽ ഒതുക്കിയാൽ നേട്ടമല്ലേ ഉണ്ടാകൂ. പക്ഷേ പ്രതീക്ഷിക്കാതെയുള്ള ദേവനാഥിന്റെ എൻട്രി അവന്റെ പ്ലാനുകൾ തകിടം മറിച്ചു കാണും. അന്ന് അനു പാറുവിന്റെ ഗർഭാവസ്ഥയോട് സഹതാപം കാണിച്ചു കൂടെ നിന്നു. സ്വന്തം കുടുംബത്തിന്റെ അഭിമാനം കാക്കണമല്ലോ. അരുണും അനുവിനോട് പാറുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നാലെ നിന്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുത്താൽ മതിയല്ലോ. ഇതിനു മാത്രമായി ജീവനൊപ്പം അനുഗ്രഹം നിന്നെന്നാണോ നീ പറയുന്നത്? വീരൻ പുച്ഛത്തോടെ ചോദിച്ചു. തന്നെ ചതിച്ചവളുടെ മുഖം അവനുള്ളിൽ കനല് പോലെ തെളിഞ്ഞു. അല്ല, ക്ഷേത്രത്തിൽ നിന്നെടുക്കുന്ന കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളുടെ ഒരു പങ്ക്. അതിലൂടെ സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ. അതായിരുന്നു അവളുടെ ലക്ഷ്യം. അപ്പോൾ ദേവനാഥ് ഒറ്റയ്ക്കല്ല വീര. കുര്യനുൾപ്പെടെ ഒരു ഗ്യാങ്ങാണ്. അവർ അരുണുമായി കക്ഷി ചേർന്നത് ആ സമയം ഇവർക്കാർക്കും അറിയില്ലായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോഴാണ് അതിലേക്ക് അനുവിനെയും ചേർത്തത്. അതേപോലെ ദേവനാഥ് അത്ര വലിയ പുള്ളിയാണെന്ന് അരുൺ തിരിച്ചറിഞ്ഞതും ആ അമ്പലപ്പറമ്പിൽ വെച്ചാവും. നിനക്കിപ്പോഴും കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റുന്നില്ലേ വീര? കഴിഞ്ഞതെന്ത്? അല്ല അനു ഞാൻ അവളെ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. പുറമേ കാണുന്ന പ്രൗഢിയല്ലാതെ ഒന്നും പാലാഴിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ മാറ്റമാണ് അനുഗ്രഹയ്ക്കുണ്ടായിരുന്നത്. അവളുടെ ആഗ്രഹം പോലെയൊന്നും നടക്കില്ലെന്ന് കണ്ടപ്പോൾ ആരെ ചതിക്കാനും മനസ്സുകൊണ്ട് തയ്യാറെടുത്താണ്
അവൾ എനിക്കൊപ്പം നിന്നതെന്ന് തിരിച്ചറിയാൻ നിഖില വേണ്ടി വന്നു. എന്താ? അതേടാ, നിഖില പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് അനു എനിക്ക് ചേർന്നവളല്ലെന്ന്. അവര് രണ്ടാളും ശത്രുക്കളെ പോലെ ഇടപെടുന്നതിനാൽ ഞാനത്ര കാര്യമാക്കിയില്ല. അന്ന് ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന നിലവറയിലെ പ്രധാന താക്കോൽ കുറച്ചു സമയത്തേക്ക് മാത്രമായി അനുഗ്രഹം ഏൽപ്പിക്കേണ്ടി വന്നതാണ് ചതിയുടെ പുതിയ വഴിത്തിരിവ്. നിഖില അന്നത് അവളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ടും അനുവിനോടുള്ള വിശ്വാസവും അവളുടെ പിണക്കം തീരട്ടെ എന്നും കരുതിയാണ് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തത്. അതിനുശേഷം ഞാനും ജീവനും തമ്മിലുള്ള പോർവിളികൾ അവളിലേക്ക് ശ്രദ്ധ പോകാതെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. അവർക്ക് പിന്നാലെ നിഖില പോയിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ കണ്ടിട്ടുമുണ്ട്. അതേപോലെ അരവിക്കും നിഖിലിനും നിഖിലയ്ക്കും മാത്രം അറിയാവുന്ന പല സത്യങ്ങളുമുണ്ട്. മാത്രവുമല്ല, ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളെ ലക്ഷ്യം വെച്ച് അനുവും ജീവനും അരുണിനുമൊപ്പം ദേവനാഥും കൈകോർത്തത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നതാണ്. പക്ഷേ കേശവൻ ഇടഞ്ഞെന്ന പേരിൽ അരവിന്ദ് വിളിച്ചപ്പോൾ കാര്യങ്ങൾ ജിനുവിനെ ഏൽപ്പിച്ചിട്ട് പോയി. അവിടെയാണ് എനിക്ക് പിഴച്ചത്. വീരൻ ദേഷ്യത്തോടെയും നിരാശയോടെയും പറഞ്ഞു, ദേവനാഥ് ഇതിൽ ഉൾപ്പെട്ടിരുന്ന കാര്യം ജീവൻ അറിയില്ല വീര. അച്ഛന് ചെറ്റപ്പൊക്കാൻ പോയ വഴിക്ക് താനല്ലാതെ മക്കളുണ്ടാവുമെന്നൊരു ഊഹം അവനുണ്ടായിരുന്നതിനാൽ ജീവനത്തിലെ അവൻ അവകാശപ്പെട്ട സ്വത്തുക്കൾ മറ്റാർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് പ്രമാണം ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ മുത്തശ്ശൻ തന്നെ ചെയ്തു വെച്ചതാണ്. അവരുടെ സ്വഭാവം തന്നെയാണല്ലോ മക്കൾക്കും കിട്ടുക. അനുഗ്രഹം അന്ന് താക്കോൽ കൈമാറിയത് ജീവന്റെ കയ്യിലാണ്. നിന്നെ അവളെ ഏൽപ്പിച്ച പെട്ടിയിലുണ്ടായിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കീയാണ്. ആ പെട്ടി തുറന്ന് നീ നോക്കിയെങ്കിലും താക്കോല് ചെക്ക് ചെയ്തിരുന്നില്ല. അതെ, പിറ്റേന്ന് താക്കോലുമായി വന്നപ്പോഴാണ് ഞാൻ ചതി മനസ്സിലാക്കിയത്. അതിനെതിരെ പ്രതികരിക്കും മുമ്പ് തലേ ദിവസം നടന്നതിന്റെ ബാക്കിയായി അടി നടന്നില്ലേ? അപ്പോൾ ജീവൻ പാറുവിന്റെ കാര്യം വിളിച്ചുകൂവി. അതിനൊപ്പം പാറുവും അനുഗ്രഹം നിന്നപ്പോൾ ഞാൻ തളർന്നുപോയി. ആ സമയം ജീവൻ ആഭരണങ്ങൾ കവർന്നിരുന്നു. ഞാനത് മനസ്സിലാക്കി അവിടേക്ക് ചെന്നതുമല്ലേ. വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ കേശവൻ ഇടഞ്ഞു. മൊത്തത്തിൽ അമ്പലപ്പറമ്പിൽ അലമ്പായി. പ്രതീക്ഷിക്കാതെ ചിലർ കടന്നുവന്ന് മനഃപൂർവ്വം ബഹളമുണ്ടാക്കി. ഞാനവിടെ ലോക്കായിപ്പോയി. അതെ, അതെല്ലാം ആഭരണം അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വീര. അതേസമയം തന്നെയാണ് ദേവനാഥ് അവിടേക്ക് വന്നത്. അതും അരുൺ വഴി കാര്യങ്ങൾ അറിഞ്ഞിട്ട്. അവന് ജീവനെ കൊല്ലണമായിരുന്നു. അതിനിടയിലാണ് പാർവതി ഓടിപ്പിടിച്ച് അവിടേക്ക് വന്നത്. ജീവൻ അവളെ കൊണ്ടാണ് ആഭരണങ്ങൾ നാലമ്പലത്തിനകത്തെ വിളക്കുകൾ വയ്ക്കുന്ന അറയിൽ ഒളിപ്പിച്ചു വെപ്പിച്ചത്. അരുണിനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വിളിച്ചു വരാൻ അവൻ പറഞ്ഞുവിട്ട സമയത്താണ് അനുഗ്രഹം അവിടേക്ക് വന്നത്. അവളെ സ്വന്തമാക്കാൻ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിലാണ് ദേവിയുടെ പട്ടിനൊപ്പം ആരോ നേർന്ന താലി അവൻ അവളുടെ കഴുത്തിൽ കെട്ടിയത്. അനു പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമായതിനാൽ പ്രതികരിക്കാൻ കഴിയാതെ നിന്നുപോയി. നിനക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ വേണ്ടി വന്നവനെ കേശവൻ എടുത്തെറിഞ്ഞത് ഓർമ്മയില്ലേ? വീരൻ മൂളി. അവൻ ചെന്ന് വീണത് കേശവന് വേണ്ടി കരുതി വെച്ച പട്ടയുടെയും മോലയുടെയും കെട്ടിലായിരുന്നു. കേശവൻ അവനെ ഭയപ്പെടുത്താൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവിടേക്ക് എറിയില്ലായിരുന്നല്ലോ. എന്നാൽ അവൻ ചെന്ന് വീണത് ദേവനാഥിന് മുന്നിൽ. കിട്ടിയ അവസരത്തിൽ ജീവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് പാറു അവിടേക്ക് വന്നത്. ജീവന്റെ കാമുകിയും അവന്റെ കുഞ്ഞിന്റെ അമ്മയുമാണ് പാറുവെന്ന് കരുതി ദേവനാഥിന്റെ ശ്രദ്ധ അവളിലേക്കായി. അവനാണ് അവളെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. പക്ഷേ അരുൺ അവൾക്ക് പിന്നാലെ ചാടി രക്ഷപ്പെടുത്തി. ഒപ്പം ദേവനാഥിന്റെ കാലു പിടിച്ചുകൊണ്ട് വെറുതെ വിടാൻ യാചിച്ചു. ജീവന്റെ തലമുറയെ പോലും നശിപ്പിക്കാൻ ആഗ്രഹിച്ചവൻ പാറുവിനെ വെറുതെ വിട്ടത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അരുണിന്റെ ആണെന്ന ഉറപ്പിലാണ്. പിന്നീട് ദേവനാഥ് പറഞ്ഞതുപോലെയാണ് എല്ലാം നടന്നത്. ജീവന്റെ ഉത്തമ ഭാര്യയായി അനു അഭിനയിച്ചു. പാർവതിയുടെ വീട്ടുകാർ നിന്റെ അച്ഛന്റെ കാലു പിടിച്ചു. അതിനു മുമ്പാണ് അവർ നിന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ പാറുവിനെ പാലാഴിയിലേക്ക് കൊണ്ടുവന്നത്. അത് സഹിക്കാൻ കഴിയാതെ അനു ഇടപെട്ടു. നീ നിരപരാധിയാണെന്നും ജീവന് നിന്നോടുള്ള പക തീർക്കാൻ നിന്നുകൊടുത്താൽ പാറുവിനെ സ്വീകരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാഗം ന്യായീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കിട്ടിയ ഭയത്തിൽ പാർവതിക്ക് മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ വന്നു. അവളെ അങ്ങനെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി. മറ്റുള്ളവരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവളും ആ മാർഗം തന്നെ തുടർന്നു. അങ്ങനെയാണ് ജീവനൊപ്പം അവളെയും കോയമ്പത്തൂരിലെ ആയുർവേദ ആശ്രമത്തിലേക്ക് മാറ്റിയത്. അവിടെ വെച്ച് പാറു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. 2.5 വർഷത്തിനു ശേഷം അവർ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മകനായി ശംഖു കൂടെയുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ജീവന്റെ മുഖഛായയുള്ളവനെന്ന് പറയുന്നതിനേക്കാൾ അവന്റെ കണ്ണും മൂക്കും നോട്ടവും അമ്മാവനെ പോലെ ആയിരുന്നെന്ന് വേണം പറയാൻ. അപ്പോ ശംഖു?
ദേവനാഥിന്റെ മകൻ. ജീവനെയും ദേവനാഥിനെയും കണ്ടാൽ ചേട്ടനും അനിയനുമാണെന്ന് ആരും നിസ്സംശയം പറയും. അപ്പോൾ അവർക്ക് ജനിക്കുന്ന മക്കൾക്കും അതേ സാമ്യം വന്നാൽ തെറ്റു പറയാൻ കഴിയുമോ? പാറു പ്രസവിച്ച കുഞ്ഞോ? അതാണ് കണ്ടെത്തേണ്ടത്. അനുവിനും ദേവനാഥനും ആ കുഞ്ഞെവിടെയെന്നറിയാം. അതേപോലെ അരുണിനെ ദേവനാഥ് ഭയപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുന്നത് തന്നെ ആ കുഞ്ഞിന്റെ പേരിലാണ്. മറ്റൊന്ന്, സ്വന്തം സഹോദരനും പാറുവും തമ്മിലുള്ള പ്രേമവും അവർ ജീവനെ സ്വത്തിനു വേണ്ടി ചതിക്കുകയായിരുന്നുവെന്നും അനുവിനറിയാം. അതുകൊണ്ടാവും ശ്വേതയോട് പലവട്ടം അരുണിനെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. ഇക്കാര്യമൊക്കെ ആരാധന പറഞ്ഞതാണ്. ആരാധന, ജീവൻ, പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിന്നോട് പറഞ്ഞത്. ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? എനിക്കാകെ തല പെരുക്കുന്ന അജിത്തെ. ജീവൻ എന്നോട് മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കുറി ആശ്രമത്തിലേക്ക് ചെക്കപ്പിന് പോകുമ്പോൾ അനുഗ്രഹം അറിയാതെ നിങ്ങളും അവിടേക്ക് വരണമെന്ന്. അതെന്തിനാ? അവിടെ പാറു പ്രസവിച്ച കുഞ്ഞുണ്ടാകുമെന്നാണ് അവൻ പറയുന്നത്. അവനെയും പാറുവിനെയും ഒരേ ആശ്രമത്തിൽ 2-3 വർഷം നിർത്തിയതിനു പിന്നിൽ ദേവനാഥാണെന്ന് മാത്രമല്ല, അത് അവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം കൂടിയാണ്. പുറമേ ആശ്രമം എന്ന പേരും പ്രവർത്തികൾ മറ്റൊന്നും. വിദേശികൾ ഉൾപ്പെടെ വന്നു പോകുന്ന ആശ്രമത്തിൽ നടക്കുന്നത് കോടികളുടെ ബിസിനസ്സാണ്. നമ്മൾക്ക് അവിടേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എങ്ങനെയും ആ കുഞ്ഞിനെ കണ്ടെത്തണം. അവിടെ ഉണ്ടാകുമെന്നാണ് ജീവൻ പറയുന്നത്. അതിന് സാധ്യതയുണ്ടാവില്ല അജിത്തെ. ദേവനാഥ് അത്ര മണ്ടനല്ല. പുതിയ പ്ലാൻ എന്ത് എങ്ങനെയെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാം. എതിരെ നിൽക്കുന്നത് ദേവനാഥാണ്. തമിഴ്നാട് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് അവന്റെ സാമ്രാജ്യം. പൂട്ടുമ്പോൾ അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പൂട്ടണം. അതിന് നല്ല ഹോംവർക്ക് വേണം. ഞാൻ നിന്നെ വിളിക്കാം. ഇനിയൊന്നും ഫോണിലൂടെ സംസാരിക്കേണ്ട. ശരി എന്നതുപോലെ അജിത്ത് തലകുലുക്കി. അപ്പോഴും ജയേന്ദ്രന്റെ മരണത്തെക്കുറിച്ച് അവൻ വീരനോട് പറഞ്ഞിരുന്നില്ല. സാവധാനം പറയാമെന്ന് കരുതി. തുടരും.